ഏകദേശം 2500 ആൾക്കുള്ള പാലടയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഓടിന്റെ ഉരുളിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇവിടെ കല്യാണത്തിന് 2500 ആളുകൾക്ക് സദ്യ ഉണ്ടാക്കിയത് ചെറുപ്പക്കാരനായിട്ടുള്ള മിഥുൻ കൃഷ്ണനാണ്. വടക്കുന്നാഥൻ ഇവന്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ താഴെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാഴ്ചകളിലേക്ക് സമൂഹ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ്. ഏകദേശം 2500 ആൾക്കുള്ള പാലടയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഓടിന്റെ ഉരുളിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ത്യാലയത്തിന്റെ ഉരുളിയിലും ചെയ്യാറുണ്ട്, ഓടിന്റെ ഉരുളിയിലും ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറ് ഓടിന്റെ ഉരുളിയിലാണ്. അത് നമുക്ക് കറക്റ്റ് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ടേസ്റ്റും ഓടിന്റെ ഉരുളിയിൽ ചെയ്യുമ്പോഴാണ്. ആദ്യം നമ്മൾ ഉരുളി ശരിക്കും കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം തിക്കി കളയും. എന്തെങ്കിലും ക്ലാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സമയത്ത് നമ്മൾ പാല് ഒഴിക്കണം. ഏകദേശം നമ്മൾ 360 ലിറ്റർ പാലും അതുപോലെ തന്നെ 100 കിലോ പഞ്ചസാരയും. 100 കിലോ പഞ്ചസാര എന്തായാലും വരില്ല, നമ്മളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു 18 കിലോ അട, പിന്നെ ഒരു 5 മിൽക്ക് മെയ്ഡ്. നമ്മളിതിൽ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തിളച്ച് പൊന്തുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചേശ്ശെ കൊടുക്കും. കാരണം അവസാനം നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പാലട കറക്റ്റായി വരുമ്പോൾ മധുരം ഈക്വലായിട്ട് വരും. പെട്ടെന്ന് തിളയ്ക്കും, തീ കൂടി കഴിഞ്ഞാൽ തിളച്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അത് തിളയെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ പാലടയ്ക്കുള്ള അട പുഴുങ്ങാണ്. അപ്പം അട കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടുപിടിക്കും. നമ്മൾ പുഴുങ്ങി വെച്ച അട വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെള്ളം തിക്കി കളയും. എന്നിട്ടത് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിൻ്റെ കൊഴുപ്പ് കളഞ്ഞതിന് ശേഷം നമ്മൾ അട പാലിലേക്ക് ഇടാറുള്ളൂ. ഇതിപ്പോൾ 90% വേവായിരിക്കും, 90 അല്ല 100 തന്നെ ആയിരിക്കണം. നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ടായി ഇടുമെന്ന് മാത്രം. അപ്പോഴാണ് ഇത് കറക്റ്റ് മധുരമൊക്കെ പിടിച്ച് സെറ്റായി വരുള്ളൂ. അപ്പോൾ ഏകദേശം 4.5 മണിക്കൂറോളം നമ്മളെ പാലട പായസം അടുപ്പത്ത് കയറിയിട്ട് ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏകദേശം പാലിൻ്റെ കളറൊക്കെ മാറി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിന് മിൽക്ക് മെയ്ഡ് വരാണ്ട് അട വരാനുണ്ട്. നമ്മൾ നേരത്തെ ഒഴിക്കുമ്പോഴത്തെ കളറല്ല ഇപ്പോൾ. ഏകദേശം നമ്മൾ പായസത്തിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. കാരണം പായസത്തിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ പോലത്തെ കളറായി. ഇനി നമ്മൾ അതിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നു. നിങ്ങൾ വേറെ സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാലടയ്ക്കുള്ള അട ഇടാൻ പോകട്ടോ. ഏകദേശം 2500 ആൾക്കുള്ള പാലടയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ള അടയാണ് നമ്മൾ പെട്ടത്. മതി മതി. നമ്മളെ പാലടയുടെ കളറൊക്കെ ഏകദേശം സെറ്റായിരിക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ അടയും പഞ്ചസാരയൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കുള്ളൂ. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാലടയുടെ പരിപാടി സെറ്റ്. ഒന്നുകൊണ്ട് ടൈറ്റ് ആവാണ്ട്. അപ്പോൾ നമ്മൾ പാലട സെറ്റ് ചെയ്താൽ കണ്ടില്ലേ, അപ്പോൾ പാലട ഒരു പിടുത്തം പോലും പിടിക്കാതെ സെറ്റായി. 6-6.5 മണിക്കൂർ സമയമല്ലേ? അതെ. പാലട ഒന്ന് ഉരുളിയിൽ നിന്നൊക്കെ സെറ്റ് ആവാണ്ട്. അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോയി നോക്കിയ സമയത്ത് ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സദ്യയൊക്കെ ഇവിടെ വിളമ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാചകക്കാരൻ മിഥുന് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, സദ്യ കഴിച്ച 2-3 പേരോട് അഭിപ്രായമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ബിരിയാണി, മന്തി, ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. പക്ഷെ മിഥുൻ്റെ സദ്യ കഴിച്ചപ്പോൾ സൂപ്പർ സദ്യ, ഒന്നും പറയില്ല. കൂട്ടുകറികളാവട്ടെ, സ്പെഷ്യലായിട്ട് പറയാനുള്ള പായസം. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട്, അച്ചാറ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു അച്ചാറ് കഴിക്കില്ല. സൂപ്പർ അച്ചാറായിരുന്നു. അതിൽ മെൻഷൻ ചെയ്തത് സൂപ്പർ, അടിപൊളി ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടമായി. പായസം, അച്ചാറും കൂട്ടുകറികളൊക്കെ സെറ്റ്.